9ാം ക്ലാസ് ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ അഥവാ ചലന നിയമം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ വെറും 12 മിനിറ്റിലാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ 12 മിനിറ്റ് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹോൾഡ് മൈ പെൻ. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമന്റ് ബോക്സിൽ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എഫക്റ്റീവ് ഫോഴ്സ് അഥവാ റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. സഫലബലം അഥവാ പരിണിത ബലം. എന്താണ് സംഗതി? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു റോപ്പിൻ്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് എത്രയായിരിക്കും? അങ്ങോട്ട് 30, ഇങ്ങോട്ട് 20. 30, 20, 50 ആയിരിക്കുമോ? ഒബ്വിയസ്ലി അല്ല. കാരണം 30 അങ്ങോട്ടും 20 ഇങ്ങോട്ടുമാണ്. അപ്പോൾ എഫക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ഫോഴ്സിന് നമ്മൾ പോസിറ്റീവ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ആ റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സിന് നമ്മൾ പോസിറ്റീവായി എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് 30 ന്യൂട്ടണും ലെഫ്റ്റ് സൈഡിലേക്കുള്ള 20 ന്യൂട്ടൺ നെഗറ്റീവ് 20 ന്യൂട്ടൺ, അതായത് -20 ന്യൂട്ടണുമായി അവസാനം നെറ്റ് ഫോഴ്സ് അഥവാ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കിട്ടും 30 - 20 10 ന്യൂട്ടൺ കിട്ടും. ഈ 10 ന്യൂട്ടൺ ആയിരിക്കും ശരിക്കും ഈ റോപ്പിന് ഫീൽ ചെയ്യാൻ പോകുന്ന എഫക്റ്റീവ് ഫോഴ്സ്. ആ 10 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ കൊണ്ടായിരിക്കും ആരാണോ വലിയ ഫോഴ്സ് അവൻ്റെ ഡയറക്ഷനിലായിരിക്കും, ആ റൈറ്റ് സൈഡിലേക്കായിരിക്കും. ആ റൈറ്റ് സൈഡിലേക്ക് ഇത് 10 ന്യൂട്ടൺ ഫോഴ്സിൽ പോവുകയും ഈ ടീം ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ എഫക്റ്റീവ് ഫോഴ്സ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് അറ്റ് ദ സെയിം ടൈം ദ സം ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ഒബ്ജെക്ട് വിൽ ബി ദ എഫക്റ്റീവ് ഫോഴ്സ് ഓർ ദി റിസൾട്ടന്റ് ഫോഴ്സ്. മലയാളത്തിലും വായിച്ചു നോക്കുക, പരീക്ഷ ചോദിക്കാം എന്താണ് ഡെഫിനിഷൻ എന്നുള്ള കാര്യം. കോൺസെപ്റ്റ് മനസ്സിലായി? ബുദ്ധിമുട്ടില്ല? ഓക്കെ. ഈ എഫക്റ്റീവ് ഫോഴ്സും റിസൾട്ടന്റ് ഫോഴ്സും 2 ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവൻ്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് എത്രയാണ്? അങ്ങോട്ട് 10, ഇങ്ങോട്ട് 10, +10 -10 അവസാനം ചെയ്താൽ 10 - 10 = 0 കിട്ടും. അതായത് ഇവൻ്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് 0ആണ്. ഒബ്വിയസ്ലി കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാം, അങ്ങോട്ട് 10 ഇങ്ങോട്ട് 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അനങ്ങില്ല, ഈ ഒബ്ജക്റ്റ് അനങ്ങാൻ പോകുന്നില്ല. എന്നാൽ ഇവൻ്റെ മുകളിൽ അങ്ങനെയല്ല, അങ്ങോട്ട് 20 ഇങ്ങോട്ട് 10. 20 പോസിറ്റീവ് ആണ്, 10 ലെഫ്റ്റിലേക്ക് കൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കാം. 20 - 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ ഫോഴ്സിൽ എന്ത് ചെയ്യും? ഇവൻ അങ്ങോട്ട് പോകും. ഇവിടെ ആക്ച്വലി എഫക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, 10 ന്യൂട്ടൺ ആണ്. എഫക്റ്റീവ് ഫോഴ്സ് 0 ആവുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പറയും ഈ 2 ഫോഴ്സസും, ഈ 10 ന്യൂട്ടൺ ഈ 10 ന്യൂട്ടണും ബാലൻസ്ഡ് ആണ്. ഒബ്വിയസ്ലി 10 10 ബാലൻസ്ഡ് ആണ്. എന്നാൽ എഫക്റ്റീവ് ഫോഴ്സ് 0 അല്ലാത്ത സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ 10 ന്യൂട്ടൺ 20 ന്യൂട്ടൺ 30 ന്യൂട്ടൺ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ 2 ഫോഴ്സുകൾ എന്താ വിളിക്കുക? അൺബാലൻസ്ഡ് ആണ് വിളിക്കുക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്ന് 20 മറ്റേ 10 അല്ലേ, അൺബാലൻസ് ഫോഴ്സ്. അപ്പോൾ 2 ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് ബാലൻസ് ഫോഴ്സ് അഥവാ സന്തുലിത ബലങ്ങൾ, പിന്നെ അൺബാലൻസ് ഫോഴ്സ് അഥവാ അസന്തുലിത ബലങ്ങൾ. ബേസിക്കലി കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷൻ കൂടി ഒന്ന് വായിച്ചു നോക്കിയേ, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടില്ല. റെഡി. ഇതുകൂടാതെ ഫോഴ്സുകളെ വേറെ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും. ഈ കാറിനെ ഞാൻ പുറത്തിറങ്ങി തള്ളിയാൽ ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, ബാഹ്യബലമാണ്. എന്നാൽ ഞാൻ കാറിനെ ഉള്ളിരുന്നിട്ടാണ് തള്ളുന്നതെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ആണ്, അഥവാ ആന്തരിക ബലമാണ്. ഈ ആന്തരിക ബലം ഇന്റേണൽ ഫോഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ഈ കാർ അനങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കണം. ഓൾ ഇന്റേണൽ ഫോഴ്സസ് ആർ ബാലൻസ് ഫോഴ്സ്. ബാലൻസ്ഡ് ആയിരിക്കും, അതെന്തെങ്കിലും മോഷൻ ഉണ്ടാക്കില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഈ 2 ഇന്റേണൽ ഫോഴ്സും കൂടെ ചേർന്നിട്ട് നെറ്റ് ഫോഴ്സ് 0 ആക്കുന്നത് മോഷൻ ഉണ്ടാക്കാൻ അവന് പറ്റില്ല. അതുപോലെയാണ് ഇന്റേണൽ ഫോഴ്സും. എല്ലാ ഇന്റേണൽ ഫോഴ്സും ബാലൻസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഹെൻസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഓൺ അപ്ലൈങ് ഇന്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് അവനെ റെസ്റ്റിൽ നിന്ന് മോഷനിലോ മോഷനുള്ള സാധനത്തിൻ്റെ റെസ്റ്റിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗലീലിയോ എന്ന് പറഞ്ഞ ആൾ പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മൂപ്പർ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു പ്ലെയിൻ എടുത്തിട്ട്, ഒരു ഇൻക്ലൈൻ പ്ലെയിൻ എടുത്തിട്ട് ഒരു ബോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ഡ്രന്ന് പോയിട്ട് അതേ ഹൈറ്റിലെത്തും. ഈ ഹൈറ്റും ഈ ഹൈറ്റും സെയിം ആയിരിക്കും. നിങ്ങളിതിൻ്റെ നീളം കൂട്ടിയാലും സെയിം ഹൈറ്റിൽ തന്നെ എത്തും, സെയിം ഹൈറ്റിൽ തന്നെ ആയിരിക്കും. ഈ ഹൈറ്റും ഈ അവസാനം എത്തുന്ന ഹൈറ്റും സെയിം ആയിരിക്കും. ഇങ്ങനെ നീളം കൂട്ടിയാലും ഇവിടുന്ന് വിട്ട ഹൈറ്റിൽ തന്നെ പോയിട്ട് അവസാനം എത്തും. ഗീവൻ ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് ഫ്രിക്ഷൻ ഇല്ലാത്ത പ്ലെയിൻസ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മൂപ്പർ ആലോചിച്ചു, ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നീളം ഇൻഫൈനൈറ്റ് ആക്കിയാൽ, അതായത് ഇങ്ങനെ നീളം കൊടുക്കുക, ഹൈറ്റ് കൂട്ടണ്ട, അങ്ങനെയാണ് എവിടെ വരെ പോകും? അപ്പോൾ തിയററ്റിക്കൽ ആലോചിച്ച് നോക്ക്, ഈ ഹൈറ്റിൽ തന്നെ എത്തണ്ടേ, ഈ ഹൈറ്റിൽ തന്നെ എത്തണ്ടേ. അപ്പോൾ ഇവിടുന്ന് വിട്ടപ്പോൾ ഈ ഹൈറ്റിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് എവിടെ വരെ പോകേണ്ടി വരും? ഇൻഫിനിറ്റി വരെ പോകേണ്ടി വരും. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു ബോളിനെ നിങ്ങൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് ഓൾറെഡി മോഷനിലാണെങ്കിൽ അത് ഇൻഫിനിറ്റി വരെ എക്കാലവും അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഗിവൺ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ, ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിരിക്കണം, വേറെ ഫ്രിക്ഷനും വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു മോഷനുള്ള സാധനത്തിനെ നിങ്ങളൊന്നും ചെയ്യേണ്ട, തന്നെ മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു മോഷനുള്ള സാധനം മോഷനിൽ നിന്ന് തുടരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മൂപ്പർ കണ്ടുപിടിച്ചു. എന്നാൽ ഈ മോഷനുള്ള സാധനത്തിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അതിൻ്റെ സ്ഥിതി മാറ്റാൻ നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം. അല്ലെ റെസ്റ്റുള്ള സാധനത്തിനെ മോഷനിലാക്കാനും നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം. അല്ലാണ്ട് മോഷനുള്ള സാധനത്തിനെ മോഷനിലാക്കാൻ നിങ്ങൾ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മൂപ്പർ കണ്ടുപിടിച്ചു. അത് അന്നേ വരാരും കണ്ടുപിടിക്കാത്ത കാര്യമായിരുന്നു. അതിനെയാണ് നമ്മൾ ഗലീലിയോസ് ഇൻഫറൻസ് എന്ന് വിളിക്കുക. എന്തായിരുന്നു മൂപ്പരുടെ മെയിൻ കണ്ടുപിടുത്തം? ഒരു മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ മോഷനിലായിക്കോളും. പക്ഷെ അവൻ്റെ മോഷൻ്റെ സ്റ്റേറ്റ് മാറ്റാനേ നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം. ആൻഡ് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് എസെൻഷ്യൽ to change the state of rest or uniform motion of body. ഒരു റെസ്റ്റിലുള്ള സാധനത്തിനെ
സ്റ്റേറ്റ് ചെയ്യാൻ, മോഷനിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോഷനുള്ള സാധനത്തിനെ റെസ്റ്റിലാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ എന്ത് കൊടുക്കണം? ഒരു അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം, ഇന്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. ഇതേ കാര്യം തന്നെ ന്യൂട്ടൺ ഒന്ന് മാറ്റി പറഞ്ഞു. ന്യൂട്ടൺ പറഞ്ഞു റെസ്റ്റുള്ള സാധനം ഫോഴ്സ് ഇല്ലെങ്കിൽ, അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. മോഷനുള്ള സാധനം അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മോഷനിൽ തന്നെ തുടരും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, ഒന്നേ റെസ്റ്റ് അല്ല യൂണിഫോം മോഷൻ, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻഡ് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ആണ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ റെസ്റ്റിലുള്ളവൻ റെസ്റ്റിലും മോഷനിലും തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. പരീക്ഷയിൽ ചോദിക്കും സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? എന്താ ഫോഴ്സ്? ഒരു റെസ്റ്റുള്ള സാധനത്തിന് മോഷൻ ആക്കാൻ നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം, അല്ലാണ്ട് അത് എന്ത് ചെയ്യില്ല, മോഷനിലാവില്ല. മോഷനുള്ള സാധനത്തിനെ റെസ്റ്റിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റുള്ള സാധനത്തിന് മോഷൻ ആക്കുന്നു, മോഷനുള്ള സാധനത്തിനെ റെസ്റ്റിലാക്കുന്ന ഒരു സാധനമാണ് ഫോഴ്സ്. ഫോഴ്സ് ഇസ് ദാറ്റ് വിച്ച് ക്യാൻ ചേഞ്ച് ഓർ ടെൻ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഒന്നേ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി അലോങ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ പരീക്ഷയിൽ ചോദിക്കാൻ പഠിച്ചു വെച്ചോ. പരീക്ഷ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് വാട്ട് ഈസ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? ഒരു റെസ്റ്റുള്ള സാധനം അത് റെസ്റ്റിൽ തന്നെ നിൽക്കുള്ളൂ, ഫോഴ്സ് കൊടുത്തില്ല റെസ്റ്റിൽ തന്നെ നിൽക്കുള്ളൂ. മോഷൻ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നവൻ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ, ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഫ്രിക്ഷൻ ഒരു ഫോഴ്സ് ആണ്, ഫ്രിക്ഷൻ ഒന്നും ഇല്ല, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവൻ മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കില്ലേ? ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലേ, റെസ്റ്റിലുള്ളവൻ റെസ്റ്റിൽ തന്നെയും മോഷനുള്ളവൻ മോഷനിൽ തന്നെയും തുടരുന്നൊരു പ്രോപ്പർട്ടി ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് വിളിക്കുക. ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടീനെ, ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് വിളിക്കുക. ഇനേർഷ്യ രണ്ട് തരമുണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷൻ. എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഈ ബസ് പെട്ടെന്ന് പറഞ്ഞ കൂടെ എടുക്കുമ്പോൾ ഓൾറെഡി റെസ്റ്റിലായിരുന്നു ബസ്സും ഈ ആൾക്കാരും. പക്ഷേ ഈ ബസ് പെട്ടെന്ന് മോഷനിലാവുന്ന സമയത്ത് ഇവർ ഓൾറെഡി റെസ്റ്റിലല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ബസ് അങ്ങോട്ട് പോകും, ഇവർ ചിലപ്പോൾ ബാക്കോട്ട് വീഴും. അതിൻ്റെ കാരണം ഇവർക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, കാരണം അവർ ഓൾറെഡി റെസ്റ്റിലാണുള്ളത്. അപ്പോൾ അവർക്ക് എന്തിന് ടെൻഡൻസി ആണുള്ളത്? റെസ്റ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടി. ഇത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അഥവാ നിശ്ചല ജഡത്വം. ഇനി നേരെ തിരിച്ച് മാഞ്ചി ഓൾറെഡി ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ അവരെല്ലാവരും കൂടെ നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ മോഷനുള്ള ബസ് ബ്രേക്ക് അടിച്ചു. ഇവർ ഓൾറെഡി മോഷനിലാണ്. അപ്പോൾ അവർക്ക് എന്തിനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക? മോഷനിലാവാൻ വേണ്ടി ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അത് കാരണം ചിലപ്പോൾ അവർ തെറിച്ചു പോവുക. അതിനെയാണ് നമ്മൾ വിളിക്കുക ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഓൾറെഡി മോഷനിലാണ് ഇനേർഷ്യ ഓഫ് മോഷൻ, ഓൾറെഡി റെസ്റ്റിലാണെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഇനേർഷ്യയുടെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൊമെൻറ്റത്തിനെ പറ്റിയിട്ടാണ്. എന്താ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മൊമെൻറ്റത്തിന് ചിഹ്നം പി എന്നാണ്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ദ മൊമെൻ്റ് ഓഫ് എ ബോഡി ഈസ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. മൊമെൻ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഉണ്ട് മൊമെൻ്റത്തിന്. എന്താണ് അതിൻ്റെ ഡയറക്ഷൻ? ദ ഡയറക്ഷൻ ഓഫ് മൊമെൻ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. ഒരു സാധനത്തിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ മൊമെൻ്റം അങ്ങോട്ടായിരിക്കും, വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ മൊമെൻ്റം അങ്ങോട്ടായിരിക്കും. സിമ്പിളാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഈ മൊമെൻറ്റം വെച്ചിട്ട് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ നിയമം ഉണ്ടാക്കി. 3 നിയമത്തിൽ രണ്ടാമത്തെ നിയമം ഉണ്ടാക്കി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചിലർ വിചാരിക്കും സെക്കൻഡ് ലോ ഓഫ് മോഷൻ F = ma. അത് അതിൻ്റെ ഇക്വേഷനാണ്. എന്താണ് പക്ഷേ ന്യൂട്ടൺ സെക്കൻഡ് ലോ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി അൺബാലൻസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. സാർ ഒന്നും മനസ്സിലായില്ല, സിമ്പിളാണ്. കാര്യം ശ്രദ്ധിക്കുക, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഇതിൽ ഡെറിവേഷൻ പരീക്ഷ ചോദിക്കട്ടെ. ഈ മൊത്തം ചെയ്യാൻ പോകുന്ന സാധനം ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോഡി u ആണെന്ന് വിചാരിക്കാം, ഫൈനൽ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഇനീഷ്യൽ മൊമെൻറ്റ് എന്തായിരിക്കും? മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി അല്ലേ. അപ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി mu. ഫൈനൽ മൊമെൻറ്റ് എത്രയായിരിക്കും? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി mv. ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, അതായത് mv മൈനസ് mu. അങ്ങനെയാണെങ്കിൽ ഇത് വേണം നമുക്ക് എന്ത് ചെയ്യാം? മാസിനെ പുറത്തെടുത്ത് m ഇൻറ്റു v മൈനസ് u എന്ന് എഴുതാം. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ഡിവൈഡ് ബൈ ടൈം. റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് മുകളിൽ എഴുതുക, ചേഞ്ച് ഇൻ മൊമെന്റ് ഇവിടേക്ക് എഴുതി m ഇൻറ്റു v മൈനസ് u, ടൈം താഴെ എഴുതുക. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്ക്, v മൈനസ് u ബൈ ടി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. നമ്മൾ ഈ മോഷനിൽ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അത് ബേസിക്കലി ആക്സിലറേഷൻ ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ന്യൂട്ടൺ എന്താ പറഞ്ഞത്? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അൺബാലൻസ് ഫോഴ്സ് എന്നല്ല പറഞ്ഞത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? m a ആണ്. അത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു കയറ്റുക, ഒരു കോൺസ്റ്റന്റിനെ കയറ്റുക. പക്ഷേ ആ കോൺസ്റ്റന്റ് 1 ആയതുകൊണ്ട് F = ma. ഈ മൊത്തം ഡെറിവേഷൻ പഠിച്ചു വെച്ച് പരീക്ഷ ചോദിക്കും. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പരീക്ഷ വെച്ച് ഇതാണ് എഴുതി വെക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷനിലേക്ക് എത്താൻ പറഞ്ഞാൽ ഇത് എത്തണം. ഇത് വെച്ചിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ബോഡിയുടെ മാസ് 12 കിലോ, ആക്സലറേഷൻ എത്രയാണ്, ഫോഴ്സ് എത്രയാണ്, മാസ് ആക്സലറേഷൻ എഴുതി വെക്കുക. F = ma യിൽ മാസ് 12 കൊടുക്കുക, ഫോഴ്സ് 4 കൊടുക്കുക. ആൻസർ ന്യൂട്ടണിൽ കിട്ടും. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് ഈ ഫോഴ്സിൻ്റെ പ്രത്യേകം ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബാറ്റ് വെച്ചിട്ട് ബോളർ ആക്റ്റായിട്ട് അടിക്കുമ്പോൾ വലിയൊരു ഫോഴ്സാണ് ബാറ്റിൽ നിന്ന് ബോളിന് കിട്ടുന്നത്. പക്ഷെ ആ ബോളും ബാറ്റും തമ്മിൽ കോൺടാക്റ്റിൽ വരുന്ന സമയം വളരെ കുറവാണ്. വലിയ ഫോഴ്സും ചെറിയ ടൈമും ആണെങ്കിൽ അങ്ങനത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗബലം. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഇസ് ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്താ? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഫോഴ്സ് ചെറിയ ടൈം. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇമ്പൾസ് നമ്മൾ ഐ എന്ന് കാണിക്കും. ഇമ്പൾസ് ഓഫ് ഫോഴ്സിനെ നമ്മൾ ഇമ്പൾസ് എന്ന് വെറുതെ വിളിക്കും. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടോ, ആ ഫോഴ്സും ആ ടൈമും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിക്കേ, ദി പ്രോഡക്റ്റ് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ടൈം ഈസ് ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ഇമ്പൾസ് ഓഫ് ഫോഴ്സിൻ്റെ ചെറിയ പേരാണ് ഇമ്പൾസ്. അതിൻ്റെ ഇക്വേഷനാണ് F×T. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് അഥവാ ന്യൂട്ടൺ സെക്കൻഡ്. അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അടുത്ത പഠിക്കാനുള്ളത് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ? ഇത്രയേ ഉള്ളൂ മക്കളെ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഈ ഫോഴ്സ് ഇൻറ്റു ടൈം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് mv മൈനസ് mu. ഇവിടെ mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, mu എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം. mv മൈനസ് mu എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം അഥവാ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ബേസിക്കലി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തും കൂടിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റം അല്ല, ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇതിനെയാണ് നമ്മൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ദി ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ദിസ് ഈസ് ദി ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. പരീക്ഷ ചോദിക്കും, എഴുതി വെച്ചോണം. ലാസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള സാധനമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. എന്താണ്? ഒരു ആക്ഷൻ ഫോഴ്സ് കൊടുത്താൽ അതേസമയം ഒരു റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നതായിരിക്കും. ആ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. 30 ന്യൂട്ടൺ കൊടുത്താൽ 30 ന്യൂട്ടൺ തന്നെ കിട്ടും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിങ്ങോട്ടും ഇത് അങ്ങോട്ടും ആയിരിക്കും. ഫോർ എവറി ആക്ഷൻ ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ്. ദിസ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ഒരേ സമയത്തായിരിക്കും ഉണ്ടാവുക. ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും വേറെ വേറെ ബോഡീസിലായിരിക്കും ഉണ്ടാവുക. ആക്ഷൻ ഈ ബോഡിയിലാണെങ്കിൽ റിയാക്ഷൻ മറ്റൊരു ബോഡിയിലായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഫുൾ മാർക്ക് A+ ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൽഫ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്ത് കൂടുതൽ ചാപ്റ്റേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഇതാണ്. താഴെ നമ്മൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. അടുത്ത ഏത് ചാപ്റ്ററാണ് വേണ്ടത് ഇതുപോലെ എന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.